നമസ്കാരം. പി കെ മീഡിയയുടെ ലൈഫ് ചാനൽ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പാച്ചോറ്റി എന്ന സസ്യത്തെയാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. ആയുർവേദത്തിലും നാട്ടുവൈദ്യത്തിലും ഉപയോഗിക്കുന്ന ഒരു നക്ഷത്ര സസ്യമാണ് പാച്ചോറ്റി. സിംബ്ലോക്കേസി കുടുംബത്തിലെ സിംബ്ലോക്കോസ് ജനുസിലെ കൊച്ചിൻ ചിനൻസിസ് സ്പീഷീസ് ആണ് പാച്ചോറ്റി. ഇതിന്റെ ശാസ്ത്രീയ നാമം സിംബ്ലോക്കോസ് കൊച്ചിൻ ചിനൻസിസ് എന്നുള്ളതാണ്. അതുകൂടാതെ സിംബ്ലോക്കോസ് വൈനാൻഡൻസ് എന്നൊരു പേരും കൂടിയുണ്ട്. അതുകൂടാതെ സിംബ്ലോക്കോസ് ലാറിന എന്ന പേരുണ്ട്. അതുകൂടാതെ സിംബ്ലോക്കോസ് റസിമോസ എന്ന പേരുമുണ്ട്. ഇതിൻ്റെ അകത്ത് സിംബ്ലോക്കോസ് ലാറിന എന്നതും സിംബ്ലോക്കോസ് റസിമോസ എന്നുള്ളതും വെള്ള പാച്ചോറ്റിയെയും ചുവന്ന പാച്ചോറ്റിയെയും വ്യക്തമാക്കുന്നതാണ്. അതായത് റസിമോസ എന്ന് ഉച്ചരിക്കുന്ന ചുവന്ന പാച്ചോറ്റിയാണ്, സിംബ്ലോക്കോസ് ലാറിന എന്നുള്ളത് വെള്ള പാച്ചോറ്റിയാണ്. മലയാളത്തിൽ ഇതിനെ പാച്ചോറ്റി, പൊടിപാറി, കല്ലുമരം എന്നൊക്കെ വിളിക്കാറുണ്ട്. ചില ആദിവാസി വർഗങ്ങൾ പാച്ചോറ്റിയെ കല്ലുമരം എന്ന് വിളിക്കാറുണ്ട്. ഇംഗ്ലീഷിൽ ഇതിനെ ചൈനീസ് സഫയർ ബെറി എന്നും ലോദ്ര പ്ലാന്റ് എന്നും വിളിക്കാറുണ്ട്. സംസ്കൃതത്തിൽ ഇതിനെ ലോദ്ര, തിൽവാക, തില്വ, ക്രമുക എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ഹിന്ദി ഭാഷയിൽ ഇതിനെ ഫോലിയ, സോദ്ദ, ലോദ്ര എന്നൊക്കെ അറിയപ്പെടുന്നു. തെലുങ്ക് ഭാഷയിൽ തന്നെ ലോദ്രു കാച്ചട്ടു എന്നാണ് വിളിക്കുന്നത്. തമിഴ് ഭാഷയിൽ തന്നെ വെല്ലിലോത്തി എന്നാണ് വിളിക്കുക. കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം. പശ്ചിമഘട്ടത്തിലും പൂർവ്വഘട്ടങ്ങളിലും കാണപ്പെടുന്ന വൃക്ഷമാണ് പാച്ചോറ്റി. ഇന്ത്യക്ക് പുറമെ ഓസ്ട്രേലിയ, മ്യാൻമാർ, ചൈന, ഇന്തോനേഷ്യ, ജപ്പാൻ, മലേഷ്യ, ന്യൂഗിനിയ, ശ്രീലങ്ക, തായ്ലൻഡ്, ലാവോസ് എന്നീ രാജ്യങ്ങളിലും ഇത് കാണപ്പെടുന്നുണ്ട്. സമുദ്രനിരപ്പിൽ നിന്നും 1000 മീറ്റർ വരെ ഉയരമുള്ള മലയോര പ്രദേശങ്ങളിലാണ് പാച്ചോറ്റി പൊതുവായിട്ട് വളരുന്നത്. പരിസ്ഥിതി മൂല്യത്തെ നോക്കാം. പാച്ചോറ്റി ഇന്ന് വളരെ കുറഞ്ഞു വരികയാണ്. വിത്തുകൾ അതിവേഗം നശിക്കുന്നതിനാൽ സ്വാഭാവിക പുനരുത്ഭവം വളരെ കുറവാണ്. അതിനാൽ ഇവയുടെ സ്വാഭാവിക വളർച്ച വളരെ വിരളമാണ്. രൂപവരണം നോക്കാം. സാധാരണ 7 മീറ്ററോളം ഉയരം വയ്ക്കുന്ന ഈ മരം മലയോര പ്രദേശങ്ങളിൽ 12 മീറ്റർ വരെ വളരാറുണ്ട്. സാധാരണയായി ഇവ ഇടത്തരം വൃക്ഷമായിട്ടാണ് വളരുന്നത്. അനേകം ശാഖോപശാഖകളും തിങ്ങി നിറഞ്ഞ ഇലകളുമുള്ള വൃക്ഷമാണിത്. അനായാസമായി ഉരിഞ്ഞെടുക്കാവുന്ന മരത്തൊലിക്ക് വെള്ളം കലർന്ന പച്ചനിറം ഉണ്ടായിരിക്കും. ഉണങ്ങുമ്പോൾ തൊലി ഉണങ്ങി ചുരുണ്ടുവരും. ശാഖാഗ്രത്തിലായി കൂട്ടമായി ഉണ്ടാകുന്ന ഇലകൾ ഏകാന്തര ക്രമത്തിൽ വിന്യസിച്ചിരിക്കുന്നു. ഇലകൾക്ക് 7.5 മുതൽ 15 സെന്റിമീറ്റർ വരെ നീളവും 5 തുടങ്ങി 7.5 സെന്റിമീറ്റർ വരെ വീതിയും ഉണ്ടായിരിക്കും. ഡിസംബർ തുടങ്ങി മെയ് വരെയുള്ള മാസങ്ങളിലാണ് ഈ സസ്യം പുഷ്പിക്കുന്നത്. വെള്ള നിറത്തിലുള്ള പൂക്കൾ സുഗന്ധമുള്ളവയാണ്. ഒരു കുലയിൽ 10 തുടങ്ങി 12 വരെ പൂക്കൾ കാണപ്പെടുന്നു. ഒറ്റ വിത്താണ് ഇവയുടെ ഫലത്തിൽ ഉണ്ടാകുക. ഈടും ഉറപ്പും കുറഞ്ഞ ഇവയുടെ തടിക്ക് പൊതുവെ വെള്ള നിറമാണ്. ഇനങ്ങളെ നോക്കാം. നിറത്തിന്റെ അടിസ്ഥാനത്തിൽ പാച്ചോറ്റിയെ 2ആയി തിരിച്ചിരിക്കുന്നു. വെള്ള പാച്ചോറ്റി എന്നും ചുവന്ന പാച്ചോറ്റി എന്നും. സ്വഭാവത്തിന്റെ അല്ലെങ്കിൽ നിൽക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ പാച്ചോറ്റിയെ 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. സാധാരണ പാച്ചോറ്റി, പെരുംപാച്ചോറ്റി, കാട്ടുപാച്ചോറ്റി, കരപ്പാച്ചോറ്റി എന്നിങ്ങനെയാണത്. പൊതു ഉപയോഗങ്ങളെ നോക്കാം. പാച്ചോറ്റി തടിക്ക് ഈടും ഉറപ്പും കുറവാണ്. അതുകൊണ്ട് ഫർണിച്ചറുകൾക്കോ മറ്റു കാര്യങ്ങൾക്കോ ഉപയോഗിക്കാൻ പറ്റില്ല. ഇത് വിറകിനാണ് പ്രധാനമായിട്ടും ഇതിന്റെ തടി ഉപയോഗിക്കുന്നത്. വിശ്വാസവും ആചാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെ നോക്കാം. പാച്ചോറ്റി, പ്രത്യേകിച്ച് വെള്ള പാച്ചോറ്റി, തൃക്കേട്ട നക്ഷത്രക്കാരുടെ വൃക്ഷമാണ്. ആ നക്ഷത്രത്തിൽ ജനിച്ചവര് ഈ വൃക്ഷത്തെ നട്ടുവളർത്തിയാൽ അത് ഐശ്വര്യപ്രദമാണ് എന്നാണ് വിശ്വാസം. രാസഘടകങ്ങളെ നോക്കാം. പാച്ചോറ്റിയുടെ തൊലിയില് ലോട്ടുറിൻ, കൊളോട്ടുറൈൻ, ലോട്ടറൈഡിൻ, ക്വിനോവിൻ എന്നീ ആൽക്കലോയിഡുകളുണ്ട്. കൂടാതെ സോഡാ കാർബണേറ്റ് അടങ്ങിയിട്ടുണ്ട്. ലിക്യോ ആൻഡോ സയാനിഡിൻ എന്നൊരു ഗ്ലൂക്കോസൈഡ് വേർതിരിച്ചെടുത്തിട്ടുണ്ട്. ഔഷധ മൂല്യത്തെ നോക്കാം. പാച്ചോറ്റിയുടെ തൊലിക്കും ഫലത്തിനും ഔഷധ ഗുണമുണ്ട്. മരപ്പട്ടയ്ക്കാണ് അല്ലെങ്കിൽ തൊലിക്കാണ് കൂടുതൽ ഔഷധ ഗുണമുള്ളത്. ഗർഭാശയ രോഗങ്ങൾ, അതിസാരം, വായ്പുണ്ണം, നേത്ര രോഗങ്ങൾ, വെള്ളപ്പോക്ക്, അത്യാർത്തവം എന്നിവ ശമിപ്പിക്കുന്നതാണ്. പൊട്ടിയ എല്ലുകളെ യോജിപ്പിക്കാനായിട്ട് പാച്ചോറ്റി തൊലിക്ക് കഴിവുണ്ട്. പാച്ചോറ്റി ആയുർവേദത്തെക്കാൾ നാട്ടുവൈദ്യത്തിലാണ് കൂടുതൽ ഉപയോഗത്തിലുള്ളത്. ലോദ്രാദി ഗണത്തിലെ ഒരു ഘടകമാണ് പാച്ചോറ്റി തൊലി. പാച്ചോറ്റി ഗ്രാഹിയും ആമാതിസാരത്തെയും പക്വാതിസാരത്തെയും ശമിപ്പിക്കുന്നതുമാണ്. പാച്ചോറ്റി സേതുബന്ധം,
പച്ചയണ്ടിയാദി മുതലായ യോഗങ്ങളിൽ ചേർക്കുന്ന ഔഷധമാണ്. ഔഷധ പ്രയോഗങ്ങളെ നോക്കാം. ഒന്ന്, പാച്ചോറ്റി തൊലിയിട്ട് വെന്ത വെള്ളം കുടിച്ചാൽ വൃക്കയിലെയും മൂത്രസഞ്ചിയിലെയും കല്ലുകൾ അലിഞ്ഞു പോകും. ലിപ്പോമയിലും ഇത് ഫലപ്രദമാണ്. രണ്ട്, പാച്ചോറ്റി തൊലിയും രക്തചന്ദനവും കൂടി കറ്റാർവാഴ നീരിൽ അരച്ച് ലേപനം ചെയ്താൽ തൊലിയിലുണ്ടാകുന്ന നിർഭേദങ്ങൾ മാറും. ഇരുണ്ട ഭാഗങ്ങൾ വെളുക്കുകയും വളരെ വിളറി വെളുത്ത ഭാഗങ്ങൾ ഇരുളുകയും ചെയ്യും. പച്ചവെള്ളത്തിൽ അരച്ചും വേണമെങ്കിൽ ഉപയോഗിക്കാം. മൂന്ന്, ഈ പുഴയിലും തോട്ടിലൊക്കെ കാണുന്ന ഞവണിയുടെ മാംസം തേങ്ങാപ്പാലിൽ കുറുക്കി കഴിച്ചു കഴിഞ്ഞാൽ സ്കിസോഫ്രീനിയ ശമിക്കുന്നതാണ്. ഇതില് പാച്ചോറ്റിത്തൊലി കൂടി ചേർത്താൽ സ്കിസോഫ്രീനിയയിലെ മിഥ്യാശ്രവണം അല്ലെങ്കിൽ ഇല്ലാത്ത ശബ്ദം കേൾക്കുന്ന സ്വഭാവം, ആ ഒരു അവസ്ഥ പെട്ടെന്ന് ശമിക്കുന്നതാണ്. നാല്, ഒരു കരിക്കിന്റെ മുഖം വെട്ടി അതിൽ പാച്ചോറ്റിത്തൊലിയുടെ ചൂർണം, പൊൻകാരഭസ്മം, പടികാരഭസ്മം എന്നിവ ഇട്ട് ആ വെട്ടിയ മുറി കൊണ്ട് തന്നെ തിരിച്ചടച്ച് അത് കെട്ടി ഒരു രാത്രി വെച്ചിരുന്ന് രാവിലെ ആ കരിക്കിൻ വെള്ളം കുടിക്കുക. മൂത്രാശയത്തിലും കിഡ്നിയിലും ഉണ്ടാകുന്ന കല്ലുകൾ അലിഞ്ഞു പോകും. ഇതിൽ മുള്ളങ്കിയുടെ നീര് കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഗുണം വളരെ കൂടുതലായിരിക്കും. അഞ്ച്, ഒരു കരിക്കിന്റെ മുഖം വെട്ടി അതിൽ പാച്ചോറ്റിത്തൊലി, നാളം നീക്കിയ തെച്ചിപ്പൂവ്, കാർഗോലരി എന്നിവ ഇട്ട് വീണ്ടും വെട്ടിയ മുറി കൊണ്ട് അടച്ച് കെട്ടി ഒരു രാത്രി വെച്ചിരുന്ന് രാവിലെ കുടിച്ചു കഴിഞ്ഞാൽ വെള്ളപ്പാണ്ടിന് ശമനം കിട്ടും. മണ്ടൂരം കൂടി ചേർത്താൽ വളരെ ഉത്തമമായിരിക്കും. ആറ്, ഒരു കരിക്കിന്റെ മുഖം വെട്ടി അതിൽ പാച്ചോറ്റിത്തൊലി, മണിമന്ദാരം അല്ലെങ്കിൽ മഞ്ഞമന്ദാരത്തിന്റെ തളിരില, അതിന്റെ തൊലി, നാളം നീക്കിയ തെച്ചിപ്പൂവ് എന്നിവ ഇട്ട് വെട്ടിയ മുറി കൊണ്ട് തന്നെ അടച്ചു കെട്ടി ഒരു രാത്രി വെച്ചിരുന്ന് രാവിലെ കഴിച്ചാലും വെള്ളപ്പാണ്ട് ശമിക്കും. ഇതിന്റെ കൂടെ കറിക്കടല, വെള്ളക്കടല എന്നിവ മുളപ്പിച്ച് കഴിക്കുന്നതും ചുരക്കയുടെ നീര് 30 മില്ലി കഴിക്കുന്നതും വളരെ നല്ലതാണ്. ഏഴ്, പാച്ചോറ്റി, പാണൽ, കൊട്ടം, വയമ്പ്, ഓമം അഥവാ അയമോദകം, ശതകുപ്പ, എള്ള്, കറുത്ത മുതിര, ചതുരമുല്ലയുടെ വേര്, കരിഞ്ചീരകം, എരിക്കില എന്നിവ വറുത്ത് കിഴികുത്തിയാൽ ശരീരത്തിലെ നീര് വറ്റുന്നതാണ്, ചതവും മുടിവും ഒക്കെ മാറുന്നതാണ്. എട്ട്, പാച്ചോറ്റി, നല്ല ജീരകം, മുരിങ്ങാത്തൊലി, വെളുത്തുള്ളി എന്നിവ അരച്ച് ലേപനം ചെയ്താൽ മുട്ടുവേദനയും നീരും ശമിക്കുന്നതാണ്. 9, പാച്ചോറ്റിത്തൊലി 25 ഗ്രാം 200 മില്ലി വെള്ളത്തിൽ കഷായം വെച്ച് 50 മില്ലി ആക്കി 2 നേരം കഴിച്ചു കഴിഞ്ഞാൽ ഗർഭാശയ രോഗങ്ങൾ, ആർത്തവ രക്തം ക്രമത്തിലധികം പോവുക, വെള്ളപോക്ക്, പുരുഷബീജം നിർവീര്യമാവുക, ശുക്ലത്തിന് നാറ്റമുണ്ടാവുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശമിക്കുന്നതാണ്. 10, ശുക്ലത്തിന്റെ ദുർഗന്ധത്തിനും ദുർഗന്ധത്തോടു കൂടിയുള്ള യോനിസ്രാവത്തിനും പാച്ചോറ്റിത്തൊലി, ത്രിഫല എന്നിവ സമമെടുത്ത് കഷായം വെച്ച് കഴിച്ചാൽ ഫലപ്രദമായിരിക്കും. 11, പാച്ചോറ്റിത്തൊലി കഷായം വെച്ച് കഴിച്ചാൽ പുരുഷബീജത്തിന്റെ നിർവീര്യത അകറ്റുന്നതാണ്. 12, പാച്ചോറ്റിത്തൊലി, കൂവളവേര്, ഇരട്ടിമധുരം, ചെറുതേക്ക്, എള്ള് ഇവ കഷായം വെച്ച് കഴിച്ചാൽ സ്ത്രീകൾക്ക് വയറ്റിൽ കട്ടിയായി നിന്ന് വേദന വരുന്നത് ശമിക്കുന്നതാണ്. 13, പാച്ചോറ്റിത്തൊലിയും വയമ്പും കൊത്തമ്പലരിയും സമം കൂട്ടി പച്ചവെള്ളത്തിൽ അരച്ചു തേച്ചാൽ മുഖക്കുരു ശമിക്കുന്നതാണ്. പാച്ചോറ്റി മാത്രമായാലും അല്പം ശമനം ഉണ്ടാകും. കണ്ണിലുണ്ടാക്കുന്ന കുരുവിനും ഇത് തന്നെ ഫലപ്രദമായിരിക്കും. 14, മഞ്ചട്ടിപ്പൊടി, രക്തചന്ദനം, കൊട്ടം, പാച്ചോറ്റി കുരുന്ന് ഇവ പാലിൽ അരച്ച് തേച്ച് കഴിഞ്ഞാൽ കരിമുഖം, അതായത് കരിമംഗല്യം ശമിക്കുന്നതായിരിക്കും. 15, കറുക, പാച്ചോറ്റി ഇവ കുത്തിപ്പിഴിഞ്ഞ നീരും പശുവിൻ പാലും കൂട്ടി 101 വട്ടം കണ്ണിലൊഴിക്കുക. കണ്ണിലെ വേദനയും ചൂടും മാറും, കാഴ്ചശക്തി ഉണ്ടാകും, പിത്തകോപം ശമിക്കുന്നതാണ്. 16, ചുവന്ന പാച്ചോറ്റിത്തൊലിയും ജീരകവും 3 അല്ലി വെളുത്തുള്ളിയും കൂടി അരച്ച് നെല്ലിക്ക അളവ് പ്രഭാതത്തിൽ കരിക്കും വെള്ളം ചേർത്ത് 7 ദിവസം സേവിക്കുക. ശരീരത്തിലുണ്ടാകുന്ന എല്ലാവിധ തരം കല്ലുകളും അലിഞ്ഞു പോകുന്നതാണ്. 17, പാച്ചോറ്റിത്തൊലി കഷായം വെച്ച് യുക്തമായ മാത്രയിൽ കഴിച്ചാൽ വിയർപ്പ് ഗന്ധം, ശുക്ല ദുർഗന്ധം, സ്വപ്നസ്ഖലനം മുതലായവ ശമിക്കും, ശുക്ലത്തിന്റെ അളവ് വർദ്ധിക്കുകയും ചെയ്യും. 18, ആർത്തവത്തിന് ഒരാഴ്ച മുമ്പ് പാച്ചോറ്റിത്തൊലി കഷായം വെച്ച് 3 ദിവസം സേവിച്ചാൽ ആർത്തവ വേദന ശമിക്കും. 5 മാസം ഇങ്ങനെ സേവിച്ചാൽ പലർക്കും ആർത്തവ വേദന പിന്നീട് ഉണ്ടാകില്ല.
പാച്ചോറ്റി കഷായത്തിൽ തുണി മുക്കി ആർത്തവ സമയത്ത് അടിവയറ്റിലിടുന്നത് നല്ലതാണ്. ഈ കഷായം ആർത്തവ സമയത്തെ അമിത രക്തസ്രാവത്തിനും വെള്ളപ്പോക്കിനും നല്ലതാണ്. 19 പാച്ചോറ്റിത്തൊലി കഷായം വെച്ച് സേവിക്കുകയും പാച്ചോറ്റിത്തൊലി ഇട്ട് വെന്ത വെള്ളത്തിൽ ചെറു ചൂടിൽ അരമണിക്കൂർ ഇരിക്കുകയും ചെയ്താൽ യോനി ഭാഗത്തുണ്ടാകുന്ന ചുവപ്പും തടിപ്പും ചൊറിച്ചിലും ഒക്കെ മാറും. പക്ഷേ ഇത് ഫംഗസ് ഇൻഫെക്ഷന് ഫലപ്രദമല്ല. 20 പാച്ചോറ്റിത്തൊലി പച്ചവെള്ളത്തിൽ അരച്ചത് കണ്ണിൽ ഒരു കനം കുറഞ്ഞ തുണി, അത് പച്ച നിറമുള്ള തുണിയാണെങ്കിൽ വളരെ നല്ലത്, ഇട്ട ശേഷം അതിൻ്റെ മുകളിൽ പുറമ്പാടെ ഇട്ട് കഴിഞ്ഞാൽ നേത്രരോഗങ്ങൾ ശമിക്കും. ഇങ്ങനെ ദിവസം 2-3 നേരം ചെയ്യണം. കണ്ണിലെ ചൊറിച്ചിൽ, ചുവപ്പ്, കണ്ണുവേദന, കൺപോളകൾക്ക് വീക്കം എന്നിവയൊക്കെ ശമിക്കുന്നതാണ്. 21 ഉദരരോഗങ്ങളുടെ ഭാഗമായി വായിൽ ചെറിയ പൊള്ളൽ പോലെ അഥവാ കുരു പോലെ ഉണ്ടായി അതിയായ വേദന ഉണ്ടായാൽ പാച്ചോറ്റിത്തൊലി കഷായം വെച്ച് കവിൾ കൊള്ളുക. ത്രിഫലയും പാച്ചോറ്റിയും ചേർത്ത് കഷായം വെച്ച് കുടിക്കുക, ശമനം ഉണ്ടാകും. 22 പാച്ചോറ്റിത്തൊലി കഷായം വെച്ച് ധാര കോരുകയോ പാച്ചോറ്റിത്തൊലി ഉണക്കിപ്പൊടിച്ച് വിതറുകയോ ചെയ്താൽ വ്രണം കരിയുന്നതാണ്. 23 പാച്ചോറ്റിത്തൊലി കഷായം വെച്ച് സേവിച്ചാൽ എല്ലാ തരത്തിലുള്ള രക്തസ്രാവങ്ങളും അതിസാരവും ശമിക്കുന്നതാണ്. 24 പാച്ചോറ്റിത്തൊലി കൽക്കനായി എണ്ണ കാച്ചി തേച്ച് കഴിഞ്ഞാൽ ത്വക്ക് രോഗങ്ങൾ ശമിക്കുന്നതാണ്. 25 പാച്ചോറ്റിത്തൊലി കഷായം വെച്ച് മുഖം കഴുകിയാൽ മുഖക്കുരു ശമിക്കുന്നതാണ്. 26 പാച്ചോറ്റിത്തൊലി, തകരയരി, മഞ്ഞൾ എന്നിവ ഉണക്കി പൊടിച്ച് രാത്രി സമയം മോരിൽ ചാലിച്ച് മുഖത്ത് പുരട്ടുക. രാവിലെ ഖദീര തൈലം പുരട്ടി മസാജ് ചെയ്യുക. അതിനുശേഷം പയറുപൊടിയോ മറ്റോ ഉപയോഗിച്ച് കഴുകിക്കളയുക. ഒരാഴ്ച കൊണ്ട് സ്ത്രീകളുടെ മുഖക്കുരു ശമിക്കുകയും മുഖത്തിന് നിറവും ശോഭയും ഉണ്ടാവുകയും ചെയ്യും. പുരുഷനാണെങ്കിൽ മഞ്ഞളിന് പകരം മരമഞ്ഞളാണ് ചേർക്കേണ്ടത്. ഇത് ചിലപ്പോൾ ചിലർക്ക് ദോഷഫലങ്ങൾ ഉള്ളവരാണെങ്കിൽ ആദ്യം മുഖക്കുരു വർദ്ധിച്ചേക്കാം, പിന്നെ അതിന് ശമനം ഉണ്ടാവും. കലയും സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ നോക്കാം. മലയാളികൾക്ക് പരിചിതമായൊരു കവിതയുണ്ട്. ഒടുവിൽ നാം എത്തി ജന്മശൈലത്തിന്റെ കൊടുമുടിയിൽ, ഇവിടെ ആരുമില്ലേ, വനവർണ്ണശാലയില്ലല്ലോ, മനം കാത്ത മുനിയാമഗസ്ത്യനില്ലല്ലോ, മന്ത്രം മണക്കുന്ന കാറ്റിന്റെ കൈകൾ മരുന്നുരയ്ക്കുന്നതില്ലല്ലോ, പശ്യേമശ രഥശതം ചൊല്ലി നിന്നൊരു പാച്ചോറ്റി കൺമതില്ലല്ലോ. മധുസൂദനൻ നായരുടെ അഗസ്ത്യഹൃദയം എന്ന കവിതയാണ്. അമ്മേ അനുപമേ എന്ന സിനിമയിൽ മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ എഴുതി MS വിശ്വനാഥൻ സംഗീതം നൽകി വാണി ജയറാം ആലപിച്ച ഗാനം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. പാച്ചോറ്റി പൂക്കുന്ന കാട്ടിൽ പച്ചിലച്ചാർത്തിന്റെ നാലുകെട്ടിൽ കന്നിക്കവുങ്ങിന്റെ പൂങ്കുല പോലൊരു കാവളങ്കിളി ഉണ്ടായിരുന്നു എന്നാണ്. ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് ആശംസിക്കുന്നു. ഇതിൽ പറഞ്ഞിട്ടുള്ള ഔഷധ പ്രയോഗങ്ങൾ വിദഗ്ധനായ വൈദ്യന്റെ മേൽനോട്ടത്തിൽ വേണം ചെയ്യാനെന്ന കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.